നമസ്കാരം, ഞാൻ ഡോക്ടർ ഷർമദ് ഖാൻ, തിരുവനന്തപുരം ജില്ലാ ആയുർവേദ ആശുപത്രി വർക്കലയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. സാധാരണയായി ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗമായി അലർജി രോഗങ്ങൾ മാറിയിട്ടുണ്ട്. കുട്ടികളെ ആണെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് നിവൃത്തിയില്ലാത്ത ചുമയും അതുപോലെ തന്നെ ശ്വാസം മുട്ടും തുമ്മലും ജലദോഷവും ഒക്കെയായി ആകെ വഷളാകുന്ന, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്ത് കൊടുത്താലും അലർജി, എന്ത് കഴിച്ചാലും പിറ്റേന്ന് മുതൽ ജലദോഷം. അങ്ങനെ ജലദോഷത്തെ തുടർന്ന് മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരിക, കണ്ണ് ചൊറിയുക, ചെവി ചൊറിയുക, തൊണ്ട ചൊറിയുക, ചുമയ്ക്കുക, ശ്വാസം മുട്ടുക തുടങ്ങി എന്തുമാകാവുന്ന രീതിയിലേക്ക് ഈ രോഗം വഷളാകുന്ന ഒരു അസുഖമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അലർജിക് റൈനൈറ്റിസിന് തുടർച്ചയായി ചികിത്സ ചെയ്ത് കൊണ്ടിരുന്ന് അവസാനം ആ ചികിത്സയുടെ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ആ കഴിക്കുന്ന മരുന്നുകളുടെ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് ഞാൻ ഇതങ്ങ് സഹിച്ചോളാം, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ രോഗമുള്ളതിനേക്കാൾ എന്ന് പറഞ്ഞിട്ട് ചികിത്സ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ മ്യൂക്കസ് മെംബ്രെയിനുകളിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് അത് കണ്ണിനുള്ളിൽ ബാധിക്കാം, ചെവിക്കുള്ളിൽ, തൊണ്ടയ്ക്കുള്ളിൽ, വായ്ക്കുള്ളിൽ, കാരണം ഇതെല്ലാം ഒരേ ലൈനിങ് മെംബ്രെയിനാണ്. ബ്രോങ്കിയോൾസിനകത്ത് വരെ ബാധിക്കുക. ഇത് കുറച്ചുകൂടെ വഷളാകുമ്പോഴാണ് ശ്വാസകോശങ്ങളെ, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കൂടെ ബാധിച്ചിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ണ് ചൊറിയുന്ന ഒരാളിന് കണ്ണ് ചൊറിയുന്നതിനൊപ്പം അത് ചെവിക്കുള്ളിൽ ചൊറിയുന്നത് പോലെ തോന്നുകയും തൊണ്ട ചൊറിയുകയും തൊണ്ടയ്ക്കകത്തേക്ക് ഈ നേർമയുള്ള ഈ സ്ഥലത്തിൽ നിന്നുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിൻ വന്നിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, പോസ്റ്റ്നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയും, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ തൊണ്ടയ്ക്കുള്ളിൽ ചൊറിയുന്നത് പോലെ തോന്നുകയും വെള്ളം പോലെ മൂക്കിൽ നിന്ന് നേസൽ ഡിസ്ചാർജ് വരികയും ഇത് മൂക്കിൻ്റെ പുറത്തേക്ക് വരുന്നത് പോലെ തൊണ്ടയ്ക്കുള്ളിലേക്കും വരികയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ ചുമയിൽ തുടങ്ങുന്ന, കണ്ണ് ചുവക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. ഇത് തുടർന്ന് സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ സൈനസൈറ്റിസ് വരാം. സൈനസൈറ്റിസ് വന്നിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് വീണ്ടും നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത കോംപ്ലിക്കേഷൻസ്, ഈ നേസൽ ബോൺസിൻ്റെയൊക്കെ ഇറോഷൻസ്, മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെ തുടങ്ങി പലതും, ക്രോണിക് സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടാകാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ ബാധിക്കുന്നു അവിടെയൊക്കെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരാം. അതായത് ഇത് തൊണ്ടയെ ബാധിക്കുമ്പോൾ ഫാരിഞ്ചൈറ്റിസോ ലാരിഞ്ചൈറ്റിസോ വരാം, സൈനസുകളെ ബാധിക്കുമ്പോൾ സൈനസൈറ്റിസ് വരാം, ടോൺസിൽസിനെ ബാധിച്ചാൽ ടോൺസിലൈറ്റിസ് വരാം. ഇങ്ങനെ കണക്റ്റീവായിട്ട് കുറേ ഏറെ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണത്. വളരെ കൃത്യമായി പഴയ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമാകാതെ ഈ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ആരും നിർദ്ദേശിക്കപ്പെടുന്നില്ല, ആർക്കും അത് താല്പര്യവുമില്ല. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു രോഗി, അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുക, നിങ്ങൾ കഴിച്ചോളൂ എന്ന് ഡോക്ടറും പറയുക, ഇതൊക്കെയാണ് ആൾക്കാർക്കിഷ്ടം. പകരം എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടൊരു മരുന്നും കൂടെ തന്നാൽ മതി എന്ന് ആവശ്യപ്പെടുന്ന രോഗിയും അതാണ് സൗകര്യമെന്ന് വിചാരിക്കുന്ന ഡോക്ടർമാരുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ആ ഒരു ചികിത്സയുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ഇവരുടെ രക്തപരിശോധന നടത്തി നോക്കിയാൽ അവരുടെ രക്തത്തിൽ AEC അഥവാ അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട്, IgE ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്ന ഈ രണ്ട് കണ്ടീഷൻസും കൂടുതലായിരിക്കും. ഇത് രണ്ടും കൂടുതലുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. ഇവർക്ക് ഒരു ഡീവേമിങ് പോലെയുള്ള വിരനാശിനിയായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തും കൂടിയൊക്കെയാണ് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. കേരളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള രോഗങ്ങൾ വളരെ കൂടുതലാണെന്നും കോമൺ ആണെന്നും തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ഇസിനോഫിൽസ് കൂടുതലാണെന്നും അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണുമെന്നും അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നും ഉപദേശിക്കുന്ന ഡോക്ടർമാരുമുണ്ട്. ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് മരുന്നുകൾക്ക് പ്രാധാന്യമുള്ളത്. പക്ഷേ മരുന്നുകൾക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ, അതായത് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ, അവിടെയും ഒരു പ്രശ്നമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോൺസിൽസ് എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫാരിഞ്ചൈറ്റിസും ലാരിഞ്ചൈറ്റിസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ചില ഐറ്റിസ് അല്ലെങ്കിൽ ആ അകത്തുള്ള സ്ട്രക്ചറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രം. ഉദാഹരണത്തിന് മൂക്കിൻ്റെ വളവ്, ഡീവിയേഷൻ ഓഫ് നേസൽ സെപ്റ്റം, ടർബിനേറ്റ്, മൂക്കിനകത്തുള്ള മാംസവളർച്ച, ടർബിനേറ്റ് ഹൈപ്പർട്രോഫി, അതുപോലെ മൂക്കിനകത്തുണ്ടാകുന്ന ദശവളർച്ച, അത് നേസൽ പോളിപ്പ്, ഇതൊക്കെ കൂടി ഉണ്ട് എങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം അവയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്നത് സർജിക്കൽ കറക്ഷൻസ് കൂടി വേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തത് അവോയ്ഡ് റീസൺസ്, രണ്ടാമത്തത് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ ഓർ സർജറി, മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷിയെ ശരിയാക്കുന്ന, കറക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെ കൂടെ വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതിൽ ആവശ്യമാണ്. പക്ഷേ ഒന്നാമത്തെ
ഈ കാരണങ്ങൾ ഒഴിവാക്കാതെ രണ്ടാമത്തെ ചികിത്സകൾ കൊണ്ട് പ്രയോജനമില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകാതെ മൂന്നാമത്തെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ തന്നെ കഴിക്കുന്ന പല മോഡേൺ മെഡിസിൻസും അവർക്ക് ഈ അലർജിക്കുള്ള മരുന്നുകൾ പലർക്കും അറിയാം, അത് സഡേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നവയായിരിക്കാം. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോയാൽ അന്നേരം ഉറങ്ങാൻ തോന്നും, ഏതെങ്കിലും ഉയരത്തിൽ കയറി നിന്നുള്ള പണികൾ ചെയ്താൽ ഉറങ്ങാൻ തോന്നും, ലാഡറിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല, കെട്ടിടത്തിന് മുകളിൽ കയറാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുകയും ചെയ്യും. കാരണങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ബാഹ്യ കാരണങ്ങളും ആന്തരിക കാരണങ്ങളും ഇതിലുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണങ്ങളും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുമുണ്ട്. അപ്പോൾ അതിൽ എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്നത് പുകയടിക്കുക, പൊടിയടിക്കുക, അതുപോലെ നല്ലപോലെ സൂര്യപ്രകാശം കൊള്ളുക, മഴ നനയുക, അതുപോലെ വീടിനകത്ത് ചുവരുകളിൽ ഈർപ്പമുണ്ടെങ്കിൽ ആ ഈർപ്പത്തിൽ വളരുന്ന ഫംഗസുകളിൽ നിന്ന്, അതിൻ്റെ സ്പോറുകളിൽ നിന്നൊക്കെ നമ്മളത് ശ്വസിക്കുക. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആ സ്കെയിൽസൊക്കെ ഇളകി വീണിട്ട് അത് വീണ്ടും ശ്വസിക്കുക. മഫ്ലറോ കമ്പിളിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൈന്യൂട്ട് ഫൈബേഴ്സ് നമ്മൾ ശ്വസിക്കുക. വീട്ടിൽ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ, വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയുടെ ഡെബ്രിസ്, പാറ്റയോ വലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെബ്രിസ്, അതുപോലെ തന്നെ നമ്മൾ ഷെൽഫിനകത്ത് തേച്ച് ഒക്കെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഒരാഴ്ച കഴിഞ്ഞാൽ അതിനകത്തും ഫംഗസ് വളരാം. അതിൽ നിന്നുള്ള അതെല്ലാം ശ്വസിക്കുക. അത് വീണ്ടും എടുത്ത് ഇടുമ്പോൾ പ്രശ്നമുണ്ടാകുക. ചില കറുത്ത ഡ്രസ്സുകളൊക്കെ പൊടിയെ കൂടുതൽ പിടിച്ചു വെപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് കയറുന്നു അവിടെ ഒരു തുമ്മാൻ തോന്നുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് മാറാലയാണ്, ചെലന്തി വല, ഇതുപോലുള്ള സംഗതികളെല്ലാം തന്നെ നമുക്ക് എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സായിട്ട് പരിഗണിക്കാവുന്നതാണ്. ചില പോളൻ ഗ്രെയിൻസ്, വല്ല പാഡി ഫീൽഡോ അല്ല അക്കേഷ്യയുടെ പൂവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെയാണ് ഇൻട്രൻസീവ് ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത. ചില ഭക്ഷണ കാര്യങ്ങൾ, കാഷ്യൂനട്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ചില സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓറഞ്ച്, മൊസമ്പി, നാരങ്ങ, ഗ്രേപ്സ്, ഇതെല്ലാം പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ കഴിക്കണം. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഏത് കഴിച്ചാലും വലിയ കുഴപ്പമില്ലാത്തത് മോര് കറിയോ അതല്ലെങ്കിൽ മോരോ, പുളിക്കാത്ത മോരോ, അതല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ മിൽക്ക് പ്രോഡക്ട്സും, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, അച്ചാർ, ബേക്കറി ഐറ്റംസ്, ഇവയെല്ലാം തന്നെ അലർജിയെ ഉണ്ടാക്കുന്നതാണ്. ചില മീനുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കറി വെച്ചാണ് മീനുകൾ ഉപയോഗിക്കുവാണ് ഏറ്റവും നല്ലത് വറുത്ത മീനിനേക്കാൾ. വറുത്ത മീനുകളെല്ലാം ഇതുപോലെയുള്ള അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് അലർജി ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് കൊണ്ടുള്ള ഏത് ഉൽപ്പന്നങ്ങൾ കഴിച്ചാലും അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ഈ മീനുകളിൽ അയല, ചൂര, കൊഞ്ച്, ഞണ്ട്, ചിപ്പി, കണവ, ഇതെല്ലാം ഈ അലർജി ഉണ്ടാക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവ ഒന്നും ഉപയോഗിക്കരുത് എന്നൊരർത്ഥമില്ല. മറിച്ച് ഇത് എല്ലാം തന്നെ എല്ലാവരിലും അലർജി ഉണ്ടാക്കുന്നതല്ല. ചില സാധനങ്ങൾ ചില ആൾക്കാരിൽ അലർജി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അലർജിയുള്ള ആൾക്കാർ ഇതിലേതെങ്കിലും സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ, 4 മാസമെങ്കിലും ഒഴിവാക്കുമ്പോൾ അലർജി കുറയുന്നുണ്ടോ, വീണ്ടും ഉണ്ടാകാതെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ 4 മാസത്തേക്ക് എല്ലാം അങ്ങ് ഒഴിവാക്കുക, ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് ഇപ്പോൾ കാഷ്യൂനട്ടൊക്കെ 2 എണ്ണം കഴിച്ചാലും ചിലപ്പോൾ അലർജി വരുന്ന ആൾക്കാരുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അതിന് ആ അളവുകൾ കൂടി ക്രമീകരിക്കുവാൻ. ഈ 4 മാസം കൊണ്ട് ഇവയെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ചില സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇത് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ മരുന്ന് ഉപയോഗിച്ച് മാത്രമായിട്ട് ഇത് കുറയ്ക്കുവാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അലർജി രോഗങ്ങൾ കൂടുതൽ വിഷമങ്ങളെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്കിന്നിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു പല വിധത്തിലും, നമ്മൾ ഡാൻഡ്രഫൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലിഫറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിലൊക്കെ സ്കെയിൽസിനൊക്കെ, നമ്മുടെ ഐലാഷസിലൊക്കെ ഉണ്ടാക്കുന്ന സ്കെയിൽസ്, അതുപോലെ താടി രോമം, മീശരോമം ഒക്കെ ബാധിക്കുന്ന മുടി കൊഴിച്ചിലിനെ ഉണ്ടാക്കുന്ന, ഇതുപോലെ പല അവസ്ഥകളിലേക്ക് ഇത് മാറാറുണ്ട്. ഇത് ഓരോ കോംപ്ലിക്കേഷൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി രോഗങ്ങളെ പരമാവധി തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ പ്രൊഫൈലാറ്റിക് ഷോക്ക് പോലും ഈ അലർജി കാരണം ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടിയ അളവിൽ ഒരുപക്ഷെ നമ്മളിത് അലർജിയെ നമുക്കുണ്ടാക്കുന്നതാണെന്ന് തിരിച്ചറിയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മരണത്തിന് കാരണമാകുന്ന ഒന്നുകൂടിയാണ് അലർജി എന്നുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി അലർജി രോഗങ്ങളെ കാണണം. ആയുർവേദ ചികിത്സ കുറേ ഏറെ ഇതിന് ഫലപ്രദമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നന്ദി.